നിർത്ത 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 അങ്ങോട്ടൊക്കെ നിർത്ത. ആ ബുക്കും പേപ്പറും എടുത്ത് സീറ്റ് എടുത്തേക്കല്ലേ. ഹലോ സത്യനാഥ, ഇത് മാധവൻ. ഫൈൻ അടിച്ചു കൊടുക്കും. ശരി സാർ. അയ്യോ മനസ്സിലായി സാർ. എടോ, നമ്മുടെ ചെക്കന്റെ വണ്ടി ഏതോ ഒരു കാർന്നോരുടെ മേത്തൊന്ന് ചെറുതായിട്ട് ഒരത്തി ഹോസ്പിറ്റലിൽ എത്തിച്ച് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും വയസ്സുകാലത്ത് അച്ഛന്റെ പേരിൽ 4 കാശ് കിട്ടുന്ന കാര്യമല്ലേ? മക്കള് വെറുതെ ഇരിക്കോ? സാറ് സമാധാനമായിട്ട് നമ്മുടെ പതിവ് സ്കോച്ചിലൊരു പിടി പിടിച്ചിരുന്നു. താനത് അത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതേ നീർക്കോലിയെ കൊണ്ട് എനിക്കൊരു പരാതിയില്ല എന്നൊരു വെള്ള കടലാസിൽ എഴുതി വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. എനിക്കൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. ശരി ശരി. ഹലോ, ശരി സാർ. ഓക്കെ സാർ. ഓക്കെ. ഇല്ല, സുബ്രൻ സാർ എത്തിയിട്ടില്ല സാർ. മനസ്സിലായി സാർ. ഇത് ഇറങ്ങായി. ഓക്കെ. ഇടി കൊണ്ട കാർന്നവരുടെ വെടി തീർന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? ഗോപിയേ, ജാലി വന്നിട്ടുണ്ട്. ചിക്കിലി കാണിച്ച് വളഞ്ഞു പിടിച്ചാ ചത്തവനെ എഴുന്നേപ്പിച്ച് നിർത്തി തരാമെന്ന് കയറി അങ്ങേക്കും. തിന്നോട്ടെ, വയറ് നിറച്ച് തിന്നോട്ടെ. എന്നാ ആ ഇല വടിച്ച് കുറച്ച് ഈ ചെറിയിലോട്ടൊന്ന് തേച്ച് തരാ. അത് ചെയ്യില്ല. വാ പോവാം. ജോസ് വന്നോ? ഗോപിതം കലമേളയ്ക്ക് പേര് കൊടുക്കുന്നൊന്നുമില്ലേ? ഞാനില്ല സാർ. എന്തിനാ സാർ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയി വന്നത്? കയ്യിൽ നല്ല വേനുണ്ടായിരിക്കും അല്ലേ? സാർ ഇന്ന് റെസ്റ്റ് ചെയ്യൂ. പുറത്തേക്ക് പോവാണോ? ഞങ്ങളിതാ ഇപ്പം എത്തും സാർ. എങ്ങോട്ട് പോവാ? അതൊരു കാർന്നോരൊരു വണ്ടി അടിച്ചു. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം സാർ. സത്യം സാറ് വിളിച്ച് പറഞ്ഞതായിരിക്കും അല്ലേ? അതെ സാർ. അങ്ങനെയാണെങ്കിൽ വെറും കൈയോടെ മടങ്ങേണ്ടി വരില്ല. ഞാനും വരാം. അല്ല സാർ, ഞങ്ങൾ പോയിട്ട് വണ്ടി എടുക്ക് ജോസേ. ഞാൻ വേഷം മാറിയിട്ട് വരാം. ഗോപിയെ, ജാലി കൂടി. ഒമ്പത് അവിടെ സാർ. കേശവൻ ഇവിടെ ഉണ്ട് സാർ. കിടന്നോളൂ കിടന്നോളൂ കിടന്നോളൂ. എങ്ങനെയാ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? എന്തോ ഇപ്പോഴത്തെ ഒരു ട്രാഫിക്. വയസ്സെത്രേ? 65. ആഹാ, ഈ പ്രായത്തിലുള്ള ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ട നിങ്ങളെ വേണം കുറ്റം പറയാൻ. കണ്ണും കണ്ടുകൂടാ, ഒരു ശ്രദ്ധയില്ല. ഇപ്പൊ ഇടിച്ച വണ്ടി ഏതാണെന്നോ നമ്പർ എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. നാടകം എഴുതാൻ വന്നതല്ലേ? എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ആ മാധവനെ എനിക്കറിയാം. എന്നെ ഇടിച്ച മാധവന്റെ വണ്ടിയും അറിയാം. വണ്ടി ഓടിച്ചിരുന്ന അയാളുടെ ചെക്കനെ ഞാൻ ശരിക്കും കണ്ടതാ. അല്ല, നിങ്ങൾ പോലീസുകാർ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനാ വന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാനോ എൻ്റെ മോനോ എത്ര ഒച്ച വച്ചാലും മാധവനോട് ജയിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കൊണ്ടാവുന്നത് അത് ഞാൻ ചെയ്യും. കേശവ കേസിന്റെ ഒക്കെ പുറകെ പറയട്ടെന്ന് ഇടിപ്പിച്ചത് തന്നെയാ സാറേ, എനിക്ക് ഉറപ്പുണ്ട്. നീ ഇങ്ങോട്ട് വന്ന്. എന്താ പേര്? സജീവൻ. സജീവ, കേസിന് പോയുള്ള കുഴപ്പം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അല്ല സാറേ, ഇപ്പോഴത്തെ ആവേശത്തിന് അച്ഛൻ പറയണത് കേട്ട് ഈ കേസിന് പോയാൽ തന്നെ ചുരുങ്ങിയതൊരു 5-6 കൊല്ലം കിട്ടാൻ പോകുന്നത് നക്കാപ്പിച്ച്. വക്കീൽ ഫീസ് കൊടുക്കാൻ പിന്നെ നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടവർ. അത് കൂടുതലൊരു ചുക്ക് സംഭവിക്കാൻ പോകില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇതങ്ങോട്ട് കോംപ്രമൈസ് ആക്കാം. സാമാന്യം നല്ലൊരു തുക ഞാൻ വാങ്ങിച്ചു തരികയും ചെയ്യാം. എന്നാലും സാർ, ഇതൊക്കെ ചെറിയ കേസല്ലേ. നീ വാ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ നമ്പർ KL56 45 45. വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല. നല്ല പച്ച നിറത്തിലുള്ള വണ്ടിയാണ് സാറേ. ജോസേ,
മാധവൻ്റെ ഫാക്ടറിയിലെ പഴയ ഒരു പണിക്കാരനായിരുന്നു ഈ കേശവൻ. ഫാക്ടറി വിൽക്കേണ്ടി വന്നപ്പോൾ തൊഴിലാളികൾക്ക് ന്യായമായും കൊടുക്കേണ്ടിയിരുന്ന പിരിച്ചുവിടൽ ആനുകൂല്യം മാധവൻ കൊടുക്കാതിരുന്നപ്പോൾ കേശവൻ അതിനെ ശക്തമായി എതിർത്തു. സമുദായത്തിൻ്റെ കൂട്ടുപിടിച്ച് കാശ് കേശവൻ മേടിച്ചെടുത്തു. അങ്ങനെ ഒരു ഊഷ്മളമായ സ്നേഹബന്ധം ഇയാൾക്കുണ്ട് മാധവനുമായിട്ട്. നമ്മൾ ഇതൊക്കെ അന്വേഷിക്കണോ? പിന്നെ സത്യവും നീതിയൊക്കെ നമ്മളെ അന്വേഷിച്ച് ടാക്സിയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ? കൃത്യമായി ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി സത്യം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ പോവല്ലേ ജോസേ? ജോസേ. ആ സർ. പിടി. വരണണ്ടേ. വെറുതെ എന്നെ കൂടി കൊലക്കി കൊടുത്തില്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞതാ, വെറുതെ അല്ല മണൽ മാഫിയക്കാർ കൈ ഇങ്ങനെയാക്കിയത്. ഞാനിത് ആരോടെ പറയണത്? ഈ സ്വഭാവമൊക്കെ മാറണമെങ്കിൽ അങ്ങ് തെക്കോട്ട് എടുക്കേണ്ടി വരും. ആ രാജു വധക്കേസിന്റെ ഫയൽ എടുക്ക്. ഏത് വധം? ഫയൽ എടുക്കണോ? ഇതാ ഫയല്. IG വേദനായകത്തെ കണ്ടിട്ടായി കളി അല്ലേ? രണ്ടും കൂടി എന്നെ അങ്ങ് ഉണ്ടാക്കൂ. സുബ്ര, ഇത് ലാസ്റ്റ് വാണിങ്ങ. ഇനി കളിച്ച ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് സാറിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി. കാശ് തന്ന് സാറിനെ ചീത്തയാക്കുന്നവൻ്റെയൊക്കെ വീട്ടിൽ മീൻ വാങ്ങിച്ചു കൊടുത്തും സ്കോച്ചിൽ ഐസിട്ട് കൊടുത്തും കുട്ടികളെ കളിപ്പിച്ചും കുളിപ്പിച്ചും സാറിന് ആരാ സത്യനാഥൻ പേരിട്ടത്? നിന്റെ ഒടുക്കത്തെ ചിരി നിർത്തിക്കോ സുബ്ര. നീ കളിച്ച എത്ര ദിവസം കൂടി കളിക്കുമെന്നറിയോ? കൂടിപ്പോയ 10 ദിവസം. അതിനുള്ളതൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എൻ്റെ ഒടിഞ്ഞ് സ്റ്റീലിട്ട് സാല്യൂട്ട് അടിക്കാൻ പറ്റാത്ത ഈ കൈയുണ്ടല്ലോ, അത് ഒരു അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. സാറിനെ പോലുള്ളവരെ സാല്യൂട്ട് അടിക്കാതിരിക്കാൻ ഒരു കാരണം കിട്ടിയല്ലോ.